അസ്സാം വലൈക്കും വറഹമത്തുള്ള. അലഹമുല്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വഅല ആലിഹി വ സുഹബി അജ്മൈൻ അമ്മാബാദ്. മനസ്സിലൊരു വേദനയായി, ഒരു നോവായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അവശേഷിക്കുന്ന ഒരു കാര്യമാണ് വാൽപ്പാറയിൽ ഒരു ട്രാവലർ മറിഞ്ഞിട്ടുള്ള ഒരു ദുരന്തം. ഒരു സ്കൂളിലെ ഭൂരിപക്ഷം അധ്യാപകന്മാരും മരണപ്പെട്ടു എന്നതാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവരുടെ പരലോകം സന്തോഷകരമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ദുരന്തം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ നമ്മളൊക്കെ ഇത്രമാത്രം അതിൽ വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ആകസ്മികവും അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ടുള്ള ഈ ഒരു ദുരന്തം അവിടെ വീടുകളിലും കുടുംബങ്ങളിലും ഉറ്റവരിലും ഉടയവരിലും എന്തുമാത്രം വിഷമങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്ത് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനാവുക? അത് യഥാർത്ഥത്തിൽ മനുഷ്യന് ആത്മധൈര്യവും നിർഭയത്വവും മനസമാധാനവും നൽകാൻ നമ്മുടെ വിശ്വാസത്തിന് മാത്രമേ പറ്റൂ സഹോദരങ്ങളെ. അതിനപ്പുറത്തുള്ള മറ്റൊരു വാക്കുകൾക്കും അവരെ സമാധാനിപ്പിക്കാൻ പറ്റില്ല. ഇനി അതിനുവേണ്ടി ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാര തുകകൾ, അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കുന്ന രാഷ്ട്രീയ മത നേതാക്കൾ, ഇതൊക്കെ ആവശ്യമാണ്. ഇതിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷെ അതൊന്നും ആത്യന്തികമായി അവരുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒന്നല്ല. ഒന്ന്, ഇത് വിശ്വാസം കൊണ്ടേ ഇത് യഥാർത്ഥത്തിൽ സമാധാനിക്കാൻ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇവർ മരണപ്പെട്ടു പോയി, ഇനി അവർ ജീവിക്കുന്നത് പരലോകത്താണ്. അപ്പോൾ പരലോകത്ത് അവർക്ക് നല്ലൊരു ജീവിതം കിട്ടും. എൻ്റെ മോൻ, എൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ അവിടെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കും എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മളവർ പോയി കഴിഞ്ഞില്ല, ഇനി അവിടുത്തെ അവസ്ഥയാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. അവർക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നൊരു ലോകമുണ്ട്. അവർ ഖബറിൽ ഒരു മണവാളനെപ്പോലെ മണവാട്ടിയെപ്പോലെ സന്തോഷത്തിൽ കഴിയുകയായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാനും ആശ്വസിക്കാനും പറ്റും. അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പറ്റുള്ളൂ. മരിച്ചതിന് ശേഷം അങ്ങനെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, അതിൽ ഉറപ്പില്ലെങ്കിൽ എന്ത് സമാധാനമുള്ളത്? അപ്പോൾ ഒന്ന്, പരലോക വിശ്വാസം നമുക്കെന്ത് ചെയ്യുന്നു? ഇത്തരം ദുരന്തമുഖങ്ങളിൽ സമാധാനവും സമാശ്വാസവും പകരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ആക്സിഡൻ്റൊക്കെ ആകുമ്പോൾ അവർക്ക് എന്തുണ്ടാകും? അതിന് അള്ളാഹു ഒരു പ്രത്യേക പ്രതിഫലം അവർക്ക് നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ പാപങ്ങൾ പുറത്തു പോകാനും അവർക്ക് കൂടുതൽ സന്തോഷകരമായ ജീവിതം കിട്ടാനൊക്കെ ഒരു പക്ഷേ ഇത്തരം അപകട മരണങ്ങൾ കാരണമായേക്കാം എന്നൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കതിന് സമാധാനിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ പല വീഡിയോസും കണ്ടു. എന്താണ് ഇതിൻ്റെ കാരണമെന്നാണ് അന്വേഷിക്കുന്നത്. ചില ആളുകൾ പിന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം, വാഹനത്തിൻ്റെ പ്രശ്നം, അവിടുത്തെ ചുരത്തിൻ്റെ പ്രശ്നം, എന്തൊക്കെ പറയുന്നുണ്ട്, പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം അത് സമയത്തിൽ നടപ്പിലാകുമെന്ന വിധിയുണ്ടല്ലോ, അതും വിശ്വാസമാണല്ലോ. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് അലംഘനീയമാണ്, അതതിൻ്റെ സമയത്ത് നടക്കും. അപ്പോൾ എന്താണ്, അതിൽ നിർബന്ധമായും പോകേണ്ടിയിരുന്ന ഒരാൾ ചില തടസ്സങ്ങളെ കൊണ്ട് പോകാതിരുന്നു. അവരതിൽ പെടാൻ വിധിക്കപ്പെട്ടവരല്ല, അതല്ലേ? ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ചാൽ തന്നെ ചില ആളുകൾ ഇതിൽ രക്ഷപ്പെടും. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നമ്മൾ സാധാരണ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുമ്പോൾ പറയണ ഒരു വാക്കുണ്ടല്ലോ, നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്, ഇന്നലില്ലാഹി മ അഹദ. അള്ള എടുത്തത് അള്ളാഹു, അള്ള കൊണ്ടുപോയത് അള്ളാഹുവിനുള്ളതാണ്, അത് അള്ള കൊണ്ടുപോകും. വലഹുമ അഅത്ത, അള്ളാഹു നൽകിയത് എടുക്കാൻ അവൻ അവകാശമുണ്ട്, അള്ള തന്നത് എടുക്കാൻ അവൻ അവകാശമുണ്ട്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബി അജലിൻ മുസമ്മ, എല്ലാറ്റിനും അവൻ്റെ അടുക്കൽ ഒരു നിശ്ചിത അവധിയുണ്ട്. ഒരലാറം തിരിച്ചു വെച്ച പോലെ ആ അവധി എത്തുമ്പോൾ എന്തു ചെയ്യും? അത് അവസാനിക്കും. നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ, രണ്ട് കാര്യം. ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും രണ്ട് കാര്യം. ഒന്ന്, ഫൽ തസ്ബിർ, അതുകൊണ്ട് നീ ക്ഷമിക്ക്. അള്ളാഹിനെക്കുറിച്ച് എന്തെങ്കിലും മോശമായി വിചാരിക്കാതെ, മറ്റെവിടേക്കെങ്കിലും ചിന്തകൾ പോവാതെ, അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം. ഇതൊരു വലിയ വേദനയാണ്, ആ വേദനയുടെ കനത്തിനനുസരിച്ചുകൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടും എന്ന് ക്ഷമിക്കുക. ഇന്നമായി യുവഫ സാബിറുൻ അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലമാണ്. നമ്മുടെ ഒരു ഉറ്റ ബന്ധുവിനെ അള്ളാഹു കൊണ്ടുപോയാൽ അത് മതി നമുക്ക് സ്വർഗം കിട്ടാൻ. ആ ഒരു വേർപാടിൻ്റെ വേദനയുടെ ആഘാതം മാത്രം മതി നമുക്ക് സ്വർഗം കിട്ടാൻ.
അത്ര വലിയ പ്രതിഫലമാണ് അതിനുള്ളത്. രണ്ടാമത്തെ കാര്യം വൽ തഹ്തസിബ്, നീ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക. അത് ക്ഷമിക്കുക, പ്രതിഫലം ആഗ്രഹിക്കുക. അള്ളാഹുവേ എനിക്ക് ഈ ദുരന്തത്തിന് പ്രതിഫലം തരണേ എന്ന് ആ ദുരന്തത്തെക്കുറിച്ച് നെടുവീർപ്പിടുമ്പോഴെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് സംഭവിച്ചവരെ സമാശ്വസിപ്പിക്കൽ മാത്രമല്ല, ഇത്തരം വല്ല സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും ഈ ആശയങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വിശ്വാസത്തിലൂടെ മാത്രമേ മനുഷ്യന് നിർഭയത്വമുള്ളൂ. ഏകനായ അള്ളാഹുവിൽ ആശ്രയിക്കുന്നതിലൂടെ മാത്രമേ, തൗഹീദിലൂടെ മാത്രമേ നമുക്ക് നിർഭയത്വമുള്ളൂ എന്നതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.